الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ രാജ്യത്ത് ഒരു പാർലമെന്റ് ഇലക്ഷൻ ഫലം വന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളത്. രാജ്യത്ത് ഫാസിസ്റ്റ് വർഗീയ ഭരണകൂടത്തെ പൂർണ്ണമായും തൂത്തെറിയാൻ സാധിച്ചിട്ടില്ലെങ്കിലും മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും കൂടുതൽ ആശ്വാസം നൽകുന്ന ഫലമാണ് നാം കേട്ടത്. രാജ്യത്തെ സുമനസ്സുകൾ ഒരുമിച്ച് നിന്ന് പൊരുതിയാൽ ഫാസിസത്തിന്റെ പരാജയം അതിവിദൂരമല്ല എന്നൊരു ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് നമുക്ക് ലഭിച്ചത്. രാഷ്ട്രീയ ബോധമുള്ള മുഴുവൻ വിശ്വാസികളും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മതേതര ചേരിയെ ശക്തിപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തവരായിരിക്കും. മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോവാതെ രാഷ്ട്രീയമായ ഏകീകരണം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഐക്യം എന്ന് പറയുന്നത്. ആ ഐക്യത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോയാൽ അതിനനുസരിച്ചുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. പൂർണ്ണമായ ഒരു ഐക്യം സാധ്യമായി എന്നൊന്നും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയില്ല. എന്നാലും ഭാഗികമായി ഉണ്ടായത്രയും ഐക്യം രാജ്യത്ത് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഐക്യത്തിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ വളരെയധികം ഊന്നി പറയുന്നത്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ച് ജീവിക്കുക. നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളുടെ മേൽ അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കണം. إذ كنتم أعداء فألف بين قلوبكم
നിങ്ങൾ പരസ്പരം ശത്രുക്കളായി പോരടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹുവാണ് ഇണക്കമുണ്ടാക്കിയത്. നിങ്ങൾ ഔസും ഖസറജുമായി പരസ്പരം തമ്മിൽ തല്ലി പോരാടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ മാറി ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നിങ്ങളെ നാം ഐക്യപ്പെടുത്തി. അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആന്റെ പ്രഥമ സംബോധിതരായിട്ടുള്ള ആളുകളോടാണ് ആദ്യമായിട്ടിത് പറയുന്നത്. അതുകൊണ്ട് ആ ഐക്യം നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോവാൻ പാടില്ല. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, അല്ലാഹു നിങ്ങൾ ഐക്യപ്പെടുത്തി. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സഹോദരങ്ങളായി മാറി. ഇനി പറയുന്ന കാര്യം ഇന്നത്തെ കാലത്തേക്ക് കൂടി കൂടുതൽ പ്രസക്തമായതാണ്. അല്ലാഹു പറയാൻ, വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാരി, നിങ്ങളൊരു തീക്കുണ്ടാരത്തിന്റെ വക്കിലായിരുന്നു. നിങ്ങൾ നാശത്തിന്റെ ഒരു ഗർത്തത്തിന്റെ വക്കിൽ നിൽക്കുകയായിരുന്നു. തീക്കുണ്ടാരത്തിന്റെ വക്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു നാശക്കുഴിയുടെ വക്കിലായിരുന്നു. പക്ഷേ ഫഅൻഖദകും മിൻഹാ, അതിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തി. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, രാജ്യത്തെ മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ ആളുകളും വിശ്വാസികൾ വിഷേടിച്ചും ഒരുപാട് ഭീഷണികളുടെ മുൾമുനയിലായിരുന്നു. ഏക സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ, ഭരണഘടന തിരുത്തിയെഴുതലടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഭീഷണികൾക്ക് മുമ്പിൽ തീർച്ചയായും അത്തരത്തിലുള്ള ഷാർപ്പായിട്ടുള്ള തീവ്രമായ അജണ്ടകളൊന്നും നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ഭരണം ലഭിച്ചെങ്കിൽ പോലും ഭരണകക്ഷി ദുർബലമായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. സഹോദരങ്ങളെ, ഇതാണ് അല്ലാഹു പറഞ്ഞു വെച്ചത്. നിങ്ങൾ നാശത്തിന്റെ പടുകുടിയിലായിരുന്നു, അതിൽ നിന്ന് അല്ലാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അപ്രകാരമാണ് അല്ലാഹു തആല നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നത്, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി. അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുകയാണ്. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള ബോധ്യവും ബോധവും നിങ്ങൾക്കുണ്ടാവണം എന്ന് ആവർത്തിച്ചുകൊണ്ട് നിരവധി വചനങ്ങളിലായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഒരുമിച്ച് നിൽക്കുക. വിശ്വാസികൾ മാത്രമല്ല, മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ ആളുകളും ഐക്യപ്പെടുന്നതിലൂടെ സൗഹൃദത്തിന്റെ പഴയ ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ഊർജമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് സമ്മാനിക്കുന്നത്. രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും വർഗീയ ധ്രുവീകരണം ഈ രാജ്യത്ത് നടപ്പിലാക്കുക അത്ര എളുപ്പമല്ല. ഈ രാജ്യനിവാസികൾ അതിനെ വെറുക്കുന്നു. പരസ്പരം ഭിന്നിപ്പിക്കുകയും രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമായി വിഭജിക്കുകയും ചെയ്യുന്ന ഈ പരിപാടിയുണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ ആ തന്ത്രം, അത് ഏത് കാലത്ത് ഏതൊക്കെ ഭരണാധികാരികൾ പയറ്റാൻ നോക്കിയാലും ഈ രാജ്യനിവാസികൾ അത് വെറുക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. ഈ രാജ്യത്തിന്റെ മനസ്സ് വർഗീയമല്ല. അതൊക്കെ വർഗീയമാക്കാൻ ആരൊക്കെ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയാലും അത് ഈ രാജ്യത്ത് വിജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വർഗീയമായ അജണ്ടകളിൽ നിന്ന് പിന്മാറണം എന്ന് ഭരണകൂടത്തോട് ആഹ്വാനം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു നമുക്ക് ലഭിച്ചത്. മസ്ജിദ് ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിതു. രാമക്ഷേത്ര നിർമ്മാണവും അതിന്റെ പ്രതിഷ്ഠാ കർമ്മവുമെല്ലാം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് നടന്നത്. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഹൈന്ദവ പുരോഹിതന്മാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ പ്രധാനമന്ത്രി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. പാർലമെന്റ് ഉദ്ഘാടനത്തിന് സന്യാസിമാർ, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനോ പ്രധാനമന്ത്രിയും, അങ്ങനെയൊക്കെ ചടങ്ങുകൾ നിർവഹിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ്. എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഫലം, അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ, ഉത്തർപ്രദേശ് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം
പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു സംഗതി, ജനങ്ങളെ സ്വാധീനിച്ചത് രാംലല്ലയല്ല. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമൊന്നും ഒരു നിലക്കും ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. പ്രതിഷ്ഠാകർമ്മവും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അതൊന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന് കൃത്യമായി പറയുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ആ പ്രദേശങ്ങളിൽ നിന്നടക്കം ലഭിച്ചത് എന്നുള്ളതാണ്. മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹമടക്കം ആ രീതിയിലാണ് പ്രതികരിച്ചത്. ഞങ്ങൾക്ക് വേണ്ടത് ഇതല്ല, ഞങ്ങൾക്ക് വേണ്ടത് വേറെ ചില കാര്യങ്ങളാണ്. അത് ജീവിതത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് പരിഹരിക്കപ്പെടേണ്ടത്. വികസന മുരടിപ്പിന് പരിഹാരമുണ്ടാവണം, വിലക്കയറ്റത്തിന് പരിഹാരമുണ്ടാവണം, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാവണം, കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ അതിവിടെ കർഷകർക്ക് നേടിയെടുക്കാൻ കഴിയണമെന്ന് നമ്മുടെ മലയാളക്കര മാത്രമല്ല ഹിന്ദി ഭൂമികയിൽ നിന്ന് പോലും ആ രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. എന്ന് വരുമ്പോൾ ജനങ്ങൾ പ്രതികരണ ശേഷിയില്ലാത്തവരല്ല, ജനങ്ങൾ തികഞ്ഞ രാഷ്ട്രീയ ബോധം ഉൾക്കൊള്ളുന്നവർ തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയും ആ ഒരു ഊർജവും മുൻനിർത്തിക്കൊണ്ട് സമ്പൂർണമായ വിജയത്തിലേക്ക് അടുക്കുവാനുള്ള പരിശ്രമങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്തുണ്ടാവേണ്ടത്. മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ ആളുകളുടെയും ഭാഗത്തുണ്ടാവേണ്ടത്. വർഗീയ അജണ്ടകൾ എവിടെയും വിജയിക്കാൻ പോകുന്നില്ല. ജനങ്ങളും അതിനെ ഇഷ്ടപ്പെടുന്നില്ല, ദൈവം തമ്പുരാനും ഇഷ്ടപ്പെടുന്നില്ല. പള്ളി പൊളിച്ച് അമ്പലമാക്കുന്നതോ അമ്പലം പൊളിച്ച് പള്ളിയാക്കുന്നതോ അതൊന്നുമല്ല ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. അവര് നിന്യന്മാരായി മാറും. ഖുർആൻ പറഞ്ഞതാണ്, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹി ഇസ്മുഹു. അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്ന പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? വസഅ ഫീ ഖറാബിഹാ. പള്ളികൾ തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ഉലൈക മാ കാന ലഹും യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ. ഭയപ്പാടോടുകൂടിയല്ലാതെ ആ ദൈവമന്ദിരങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണുള്ളത്, അവർക്ക് പരലോകത്ത് വലിയ ശിക്ഷയാണുള്ളത്. ബാബരി ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ച മണ്ഡലമായ അയോധ്യ തന്നെ BJPക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നിന്ദ്യതയുണ്ടോ? ഭരണം തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര വലിയ ആഘോഷമായിട്ടായിരുന്നു അത് നടപ്പിലാക്കിയത് നമുക്കൊക്കെ അറിയാമല്ലോ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ? എത്ര വലിയ ആഘോഷപൂർവം ആ പ്രദേശത്തുകാർ എല്ലാ അർത്ഥത്തിലും അതിനെ സ്വാഗതം ചെയ്യുമെന്നല്ലേ പറഞ്ഞത്? അങ്ങനൊരു മന്ദിരം അവിടെ വന്നു കഴിഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായ പുരോഗതിക്ക് കാരണമാവുന്നത് കൊണ്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഉണ്ടായോ? ഇല്ല. ജനങ്ങൾക്ക് അതൊന്നുമല്ല വേണ്ടത്. ജനങ്ങൾക്ക് വിഭജനത്തിന്റെ, വർഗീയതയുടെ രാഷ്ട്രീയമല്ല വേണ്ടത്. ഇത് അപമാനമല്ലെങ്കിൽ ഈ അയോധ്യ എന്ന് പറയുന്ന ഈ പ്രദേശത്തടക്കം വിജയം നേടിയെടുക്കാൻ കഴിയാത്ത ഈ അവസ്ഥ അപമാനമല്ലെങ്കിൽ മറ്റെന്താണ്? വർഗീയതയോടൊപ്പം വിദ്വേഷ പ്രചരണം. അതാണ് വേറൊരു വശത്ത് നടന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് പ്രവേശിച്ചപ്പോ, കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് ബോധ്യമായപ്പോ ശക്തമായ വിദ്വേഷ പ്രചരണവുമായി ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്ന ആള് തന്നെ ഇറങ്ങിയത് നമ്മൾ കണ്ടു. മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ അതിശക്തമായി, അതിതീവ്രമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് നേടുക, മുസ്ലിങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ട്. പക്ഷേ ഈ രാജ്യനിവാസികൾ, ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അതിഷ്ടപ്പെടുന്നില്ല. ഈ വർഗീയതയുടെ, ഈ വിഭജനത്തിന്റെ, ഈ വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും അവർ ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും വിഷമേറിയ വാചകം വോട്ട് ജിഹാദായിരുന്നു. BJPയെ പരാജയപ്പെടുത്താൻ ഒരു സമുദായം വോട്ട് ജിഹാദ് നടത്തുന്നുവെന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്. തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിയാൽ പിന്നോക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങളുടെ സംവരണം എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും പറഞ്ഞു. മുസ്ലിങ്ങൾ വോട്ട് ജിഹാദ് നടത്തുകയാണ് തങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞു. ഇതാ തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, ദളിത്, ന്യൂനപക്ഷ, മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംവരണം എടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാജ്യത്ത് ശക്തമായിട്ടുള്ള ഹിന്ദു മുസ്ലിം വിഭാഗീയതയുണ്ടാക്കാൻ, മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കാൻ
വളരെ കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ ഉൽപ്പാദിപ്പിക്കാനുള്ള പരിശ്രമമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലടക്കം, ഇലക്ഷനിൽ വോട്ട് ചോദിക്കുന്ന സന്ദർഭത്തിലടക്കം അതിതീവ്രമായ ശൈലിയിൽ അതാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങളതിനെ സ്വാഗതം ചെയ്തില്ല. ജനങ്ങൾക്ക് വിദ്വേഷത്തിന്റെ വാക്കുകളല്ല വേണ്ടത്. ജനങ്ങൾ സ്വാഗതം ചെയ്തത് വേറെ ചില വാക്കുകളെയാണ്. സ്നേഹത്തിന്റെ വാക്കുകൾ. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുടങ്ങാം. വെറുപ്പിന്റെ അങ്ങാടിയിൽ നമുക്ക് സ്നേഹത്തിന്റെ കട തുടങ്ങാം. ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിന്റെ ഒരു മുക്കിൽ നിന്ന് മറ്റേ മുക്കിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുടങ്ങാം. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള മുദ്രാവാക്യം അതാണ്. ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്ന മുദ്രാവാക്യം അതാണ്. ആ മുദ്രാവാക്യത്തെ അത് നടപ്പിലാക്കുന്നതിന്റെ പൂർണ്ണതയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് ഇനി അങ്ങോട്ട് നമുക്ക് നിർവഹിക്കാനുള്ളത്. നല്ല വാക്കുകൾ പറയുന്നവരായി, നല്ല വാക്കുകളെ സ്വാഗതം ചെയ്യുന്നവരായി നമ്മൾ മാറണം. അത് ഖുർആനും പറഞ്ഞതാണ്. ആളുകളെ പരസ്പരം ഇണക്കുന്ന, ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്ന, അവർക്കിടയിൽ സൗഹൃദത്തിന്റെ വാതിലുകൾ തുറക്കുന്ന വാക്കുകൾ, അതാണ് നിങ്ങൾ പറയേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ ശരിയായ വാക്കുകൾ പറയണേ, നല്ല വാക്കുകൾ. ലിസാനുൽ ഫത്താനി നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു എന്നാണ്. മനുഷ്യന്റെ നാവ് പകുതിയാണ്, അവന്റെ ഹൃദയവും പകുതിയാണ്. നാവും ഹൃദയവുമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ അത് മനുഷ്യന്റെ പകുതിയാണ്. അതുകൊണ്ടാണ് നല്ല വാക്കുകൾ, ശരിയായ വാക്കുകൾ പറയാൻ പറഞ്ഞത്. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ നിശ്ചയം അയാൾ വളരെ വ്യക്തമായ വിജയമാണ്, വലിയ വിജയമാണ് നേടുന്നത്. ഈ വചനം തുടങ്ങുന്ന ശരിയായ വാക്കുകൾ പറയൂ വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ വാതിലുകൾ തുറക്കുന്ന നല്ല നല്ല വാക്കുകൾ. ആ വാക്കുകൾ അത് സമൂഹത്തോട് പറഞ്ഞാൽ സമൂഹത്തിന് അതാണ് ഇഷ്ടം. ജനങ്ങൾക്ക്, രാജ്യത്തിന്, ലോകത്തിന് അതാണ് ഇഷ്ടം. അല്ലാഹുവും അതാണ് ഇഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് വർഗീയമായ ആ വിദ്വേഷ പ്രചരണത്തിന്റെ ശൈലിയെല്ലാം രാജ്യത്തെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ, നിൽക്കക്കള്ളിയില്ലാതെ ഉലയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ കണ്ടത്. വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടം, വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി നിൽക്കുന്ന ഒരു ഭരണകൂടത്തിനും ഏറെ നാൾ മുന്നോട്ട് പോവാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു ഇത്. സഹോദരങ്ങളെ, സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാനമുണ്ടാക്കാൻ പ്രധാനമന്ത്രിക്ക് സാധ്യമായില്ല. പാർലമെന്റിനകത്ത് എംപിമാര് പലരും പറഞ്ഞു പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണം. പക്ഷേ ആ വിഷയത്തിൽ പ്രതികരിക്കാതെ മാറി മാറി നിൽക്കുകയായിരുന്നു മോദി. വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഭരണകൂടം മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ വളരെ ദയനീയമായ അവസ്ഥകൾ അഭിമുഖീകരിച്ചു. നഗ്നരായി തെരുവിലൂടെ അവരെ നടത്തുന്ന സാഹചര്യമുണ്ടായി. കുട്ടികളും വലിയ പീഡനങ്ങൾക്കിരയായി. സ്ത്രീകളും കുട്ടികളുമെല്ലാം വലിയ പീഡനങ്ങൾക്കിരയായി. സ്ത്രീകളുടെ അഭിമാനം പിച്ചു ചീന്തപ്പെട്ട ഒരവസ്ഥയുണ്ടായപ്പോഴും അവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഭരണകൂടവും നിശബ്ദമായി എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട മണിപ്പൂരിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനത ബിജെപിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട സഹോദരങ്ങളെ. കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മളിതെല്ലാം പറയുന്നത്. ഇതിലെല്ലാം വിശ്വാസികൾക്കും വളരെ വ്യക്തമായ, കൃത്യമായ പാഠമുണ്ട്. അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, ക്രൂരതയ്ക്കെതിരെ, അക്രമത്തിനെതിരെ നിശബ്ദരായല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. പ്രതികരണശേഷിയുള്ളവരായി നിങ്ങൾ മാറേണ്ടതുണ്ട്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നിഷ്ക്രിയത്വമല്ല, നിശബ്ദതയല്ല. നിങ്ങളിൽ ഉണ്ടാവേണ്ടത് അധികാരമുള്ള ആളുകൾ അധികാരം കൊണ്ട്, ശക്തി കൊണ്ട് തടയണം. അതല്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കുകയെങ്കിലും വേണം.
അതല്ലെങ്കിൽ ആ തിന്മക്കെതിരെയുള്ള ആത്മരോഷം പ്രകടിപ്പിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധ്യമാവണം. അത് ഇസ്ലാമിന്റെ ലളിതമായ ബാലപാഠമാണ്. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. നിങ്ങളിൽ ഒരാൾ ഒരു തിന്മ കണ്ടാൽ അധികാരം കൊണ്ട് തടയാൻ സാധിക്കുന്ന രീതിയിൽ അധികാരമുണ്ടെങ്കിൽ അധികാരം കൊണ്ട് തടയണം. ഫഇല്ലം യസ്തതിഉ ഫബിലിസാനി. അധികാരമില്ലെങ്കിലോ നാവ് കൊണ്ട് എതിർക്കുകയെങ്കിലും വേണം, പ്രതിഷേധ സ്വരങ്ങളിലൂടെ. വഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി. അതിനും കഴിയുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും വേണം ആ തിന്മയെ, ആ അക്രമത്തെ, ആ അനീതിയെ. വദാലിക അദ്അഫുൽ ഈമാൻ. ഒരൽപ്പമെങ്കിലും വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തിന്മക്കെതിരെ നിഷ്ക്രിയരായി നിങ്ങൾ നിലനിൽക്കില്ല. നിശ്ചയമായും പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ ഉണ്ടാവും. ആ തിന്മകൾ തുടച്ചു നീക്കാൻ, ആ അക്രമത്തിനെതിരെ വിരൽ ചൂണ്ടാൻ നിങ്ങളുണ്ടാവും. ഉണ്ടാവണമെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഉണ്ടാവണം എന്ന് തന്നെയാണ് മൂല്യബോധമുള്ള മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത്. നിശബ്ദരായ ആളുകൾക്കിതാ പാഠം മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നു. ആ കൃത്യമായ മുന്നറിയിപ്പാണ് ഇസ്ലാമിന്റെ പാഠങ്ങൾ എന്ന് പറയുന്നത്. ചില മുൻഗാമികൾ പറയാറുണ്ടായിരുന്നു, അസ്സാകിതു അനിൽ ഹഖ് ശൈത്വാനുൻ അഖ്റസ്. സത്യത്തെ സംബന്ധിച്ച് നിശബ്ദരാവുന്ന ആളുകൾ ഊമയായ പിശാചുക്കളാണ്. അക്രമം ഉണ്ടാവുമ്പോ, അനീതി ഉണ്ടാവുമ്പോ, അസത്യം നടപ്പിലാക്കപ്പെടുമ്പോ നിശബ്ദരായി അതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലതും നഷ്ടപ്പെടും എന്ന് കരുതി നിശബ്ദരായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ഊമയായ പിശാചുക്കളാണെന്നാ പറയുന്നത്. വന്നാത്തിഖു ബിൽ ബാത്തിലി ശൈത്വാനുൻ നാത്തിഖ്. അധർമ്മം സംസാരിക്കുന്നയാൾ അധർമ്മത്തിന് വേണ്ടി, അസത്യത്തിന് വേണ്ടി, അനീതിക്ക് വേണ്ടി, അക്രമത്തിന് വേണ്ടി, വർഗീയതയ്ക്ക് വേണ്ടി, തിന്മയ്ക്ക് വേണ്ടി വാദിക്കുകയും പ്രസംഗിക്കുകയും അതിനുവേണ്ടി യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കി അതിൽ ചർവണം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചാണ് പറയുന്നത് അവരെ സംസാരിക്കുന്ന പിശാചുക്കളാണ്. അധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്ന പിശാചുക്കളാണ്. അക്രമത്തിനെതിരെ നിശബ്ദരാവുന്ന ആളുകളുണ്ടല്ലോ, അവർ ഊമയായ പിശാചുക്കളാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ് ഇസ്ലാമിന്റെ നിലപാടുകൾ, ഇസ്ലാമിന്റെ പ്രയോഗങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മണിപ്പൂർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ആളുകൾ ഇന്ന മതത്തിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കാം എന്നല്ല നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിമ്പറിൽ മണിപ്പൂർ പറയേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ നമ്മൾ മണിപ്പൂർ പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്, നമ്മൾ ഫലസ്തീൻ പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. ആരൊക്കെ അക്രമവും അനീതിയും അതിന് രണ്ടിനും ഇരയാവുന്നവോ അവർക്ക് വേണ്ടിയെല്ലാം ശബ്ദിക്കുക. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിട്ട് മാറുക, ഒച്ചയില്ലാത്തവരുടെ ഒച്ചയായിട്ട് മാറുക. ഇതാണ് ഭരണം കയ്യിലില്ലാത്ത ആളുകളുടെ ദൗത്യമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ പ്രതിപക്ഷത്തിന് അതിന് സാധ്യമാവട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. ജഗന്നിയന്താവായ റബ്ബ് മണിപ്പൂരിലും അതുപോലെ ഫലസ്തീനിലുമെല്ലാം പൂർണ്ണമായ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഏകാധിപത്യത്തിലേക്കുള്ള പ്രയാണത്തെ പിടിച്ചുകെട്ടുകയായിരുന്നു. ആൾദൈവമാകാനൊരുങ്ങിയ വിശ്വഗുരുവിന് കാശിയിലെ ജനങ്ങൾ നൽകിയ മറ്റൊരു പ്രഹരമായിരുന്നു ഭൂരിപക്ഷത്തിലെ ഇടിവെന്ന് പറയുന്നത്. ഭൂരിപക്ഷം അങ്ങ് ഇടിഞ്ഞുപോയി. ഒരു ഘട്ടത്തിൽ തോൽക്കാൻ പോവുകയാണെന്ന തോന്നൽ പോലും ഉണ്ടായി. ഒരു മനുഷ്യന്റെ നാശം തുടങ്ങുന്നത് ഏകാധിപത്യം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോഴാണ്. ഏകാധിപത്യം അതിന്റെ പാരമ്യത്തിലേക്ക് പ്രയാണം നടത്തുകയായിരുന്നു. ഒരു വേള താൻ സാധാരണ മനുഷ്യനല്ലെന്നും പരമാത്മാവ് തന്നെ ഇങ്ങോട്ടയച്ചതാണെന്നും പ്രഖ്യാപിച്ചു. അത്ര വരെ പറഞ്ഞു. താൻ ഒരു സാധാരണ മനുഷ്യനല്ല, താൻ ദൈവത്തിന്റെ അവതാരം എന്ന രീതിയിൽ പരമാത്മാവ് തന്നെ ഇങ്ങോട്ടയച്ചതാണെന്ന് പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ദിവ്യത്വം ചമയുകയായിരുന്നു. രാഷ്ട്രീയ ദിവ്യത്വം ചമഞ്ഞ ഒരുപാട് ഏകാധിപതികളുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് ദൈവികമായ ചര്യ എന്ന് പറയുന്നത്? ദൈവികമായ ചര്യ എന്ന് പറയുന്നത് രാഷ്ട്രീയ ഏകാധിപതികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എവിടെയെങ്കിലും സ്തംഭിച്ചുകൊണ്ട് പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ്. രാഷ്ട്രീയ ഏകാധിപതിയായിരുന്ന ഫിർഔൻ, അന റബ്ബുക്കുമുൽ അഅ്ല, ഞാൻ നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ നാഥനാണെന്ന് ഫിർഔൻ പറഞ്ഞു. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അന വഹീ വഉമീത്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു നമ്രൂദ്. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല.
രാഷ്ട്രീയ ഏകാധിപതികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് ദൈവികമായ ചര്യയുടെ ഭാഗമാണ്. അതാ ഖുർആൻ പറഞ്ഞത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് ജനതയെ എങ്ങനെയാണ് അല്ലാഹു നശിപ്പിച്ചെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ റമദാത്തുൽ ഇമാദ്, വലിയ വലിയ തൂണുകൾ ഉണ്ടായിരുന്ന ആ സമൂദ് ജനതയെ എങ്ങനെയാണ് അല്ലാഹു നശിപ്പിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ആദിനെയും സമൂദിനെയും അല്ലാഹു തആല നശിപ്പിച്ചതെങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദിനെ കൊണ്ട് നിന്റെ രക്ഷിതാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ റമദാത്തുൽ ഇമാദ്, വലിയ വലിയ തൂണുകൾ ഉണ്ടായിരുന്ന ഇറം വംശത്തെ എങ്ങനെയാണ് അല്ലാഹു നശിപ്പിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ? അല്ലതീ ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്. അവരെ പോലോത്ത ഒരു ജനതയും സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. ഞാനാണ് രാജ്യം എന്ന് ഇന്ന് ഭരണകൂടത്തിന്റെ ഒരു അധിപൻ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഞാനാണ് രാജ്യം എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന്. പക്ഷെ ഇതിനേക്കാൾ ഗൗരവത്തിൽ ഏകാധിപത്യം പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഏകാധിപതികൾക്ക് ഒരിക്കലും തങ്ങൾ നശിച്ചു പോവില്ല, പരാജയപ്പെട്ടു പോവില്ല എന്ന് തോന്നിയ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. ആദിൽ ഇടപെട്ടു, ഇറം വംശത്തിൽ ഇടപെട്ടു. താഴ്വരകളിൽ വലിയ വലിയ പാറകൾ തുരന്നുണ്ടാക്കിയ സമൂദ് വംശം, ആ സമൂദ് വംശത്തെ എങ്ങനെയാണ് അല്ലാഹു നശിപ്പിച്ചത് നിങ്ങൾ കണ്ടില്ലേ? വലിയ വലിയ ആണികൾ തറച്ചുകൊണ്ട് ആളുകളെ നശിപ്പിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരി ഫിർഔൻ, ചരിത്രം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി ഫിർഔൻ. അന റബ്ബുകുമുൽ അഅ്ലാ ലൈൻ ഇത്തഖതും ഇലാഹൻ ഗൈരി ലഅജഅലന്നക മിനൽ മസ്ജൂനീൻ. ഞാനല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ ദിവ്യത്വം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളെ ഞാൻ പിടിച്ച് ജയിലിലടക്കുമെന്ന് പ്രഖ്യാപിച്ച ഫിർഔൻ ഉണ്ടല്ലോ, ആ ഫിർഔൻ എങ്ങനെയാണ് നശിച്ചു പോയത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇവരെയൊക്കെ നശിപ്പിക്കപ്പെട്ടു. അല്ലദീന ത്വഗൗ ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ വലിയ വലിയ അതിക്രമങ്ങൾ വിതച്ച ആളുകളായിരുന്നു അവർ. ഫഅക്സറൂ ഫീൽ ഫസാദ്, ധാരാളം നാശങ്ങൾ വിതച്ചിരുന്ന ആളുകൾ. അവസാനം അവരുടെ നാശം കൊണ്ട് ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഫസ്വബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്, അവരുടെ മേൽ ശിക്ഷയുടെ ചാട്ടവാറ് പടച്ചതമ്പുരാൻ വർഷിപ്പിച്ചത്. അവരുടെ മേൽ ശിക്ഷയുടെ ചാട്ടവാറ് വർഷിപ്പിച്ചത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, എന്താ പടച്ചവന്റെ ഇടപെടലില്ലാത്തത്? എന്താണ് പലസ്തീൻ മക്കളുടെ കാര്യത്തിൽ പടച്ചവന്റെ ഇടപെടൽ ഇല്ലാത്തത്? എന്താണ് ഇന്ത്യ രാജ്യത്തെ ഏകാധിപതികളുടെ കാര്യത്തിൽ പടച്ചവന്റെ ഇടപെടൽ ഇല്ലാത്തത്? പക്ഷെ ഖുർആൻ പറയാണ്, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിശ്ചയം നിന്റെ രക്ഷിതാവ്, നിന്റെ നാഥൻ പതിയിരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ്. എത്രത്തോളം പോകുമെന്ന് നിരീക്ഷിക്കുകയാണ്. ഇവിടെ തന്നെ പിടിച്ചു കെട്ടാമായിരുന്നു. പക്ഷേ ഉള്ളതിലും വലിയൊരു കെണിയിലേക്ക് ഇനി എങ്ങനെ ഒരിക്കലും മുന്നോട്ട് പോവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു മുന്നണിയായിട്ട് NDA സഖ്യമടക്കം മാറുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകശിലാത്മകമായിട്ടുള്ള ഒരു സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ നിലപാടുകളുടെ വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ഏകാധിപതികൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ഉറപ്പിച്ച് പറയാനും നിലപാടെടുക്കാനും പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് വരാൻ പോകുന്ന ഭരണകൂടം നീങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സഹോദരങ്ങളെ, അങ്ങനെയാണ് ഓരോ ജനതകളും നശിച്ചു പോകുന്നത്. ഫിർഔനും നമ്രൂദും മാത്രമല്ല, ആദും സമൂദും മാത്രമല്ല, അഹങ്കാരികൾ നശിച്ചു പോവുക എന്ന ദൈവികമായ ചര്യയുടെ ഭാഗമാണ്. ആ നാശത്തിലേക്ക് തന്നെയാണ് അഭിനവ ഫാസിസ്റ്റുകൾ ഇന്ത്യ രാജ്യത്തിലും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2019 വാരണാസിയിൽ 5 ലക്ഷം ഭൂരിപക്ഷം നേടിയപ്പോ 2024 അത് 1.5 ലക്ഷമായി ചുരുങ്ങി. അതാണ് പതനത്തിലേക്കുള്ള സഞ്ചാരം, അതാണ് നാശത്തിലേക്കുള്ള സഞ്ചാരം എന്ന് പറയുന്നത്. 400 സീറ്റിന് മുകളിൽ കിട്ടി ഭൂരിപക്ഷം നേടിയാൽ ഭരണഘടന മാറ്റിയെഴുതാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അത് പറയാതെ പറഞ്ഞിട്ടുണ്ട്. പലരും അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. മുന്നിൽ നിൽക്കുന്ന ആളുകൾ എപ്പോഴും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും
അതിനെ സംബന്ധിച്ച് നിശബ്ദരായിട്ടുണ്ട്. ഭരണഘടന മാറ്റിയെഴുതുക, മനുസ്മൃതിയെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയായി പ്രഖ്യാപിക്കുക, ഇതെല്ലാം അജണ്ടയായിരുന്നു. ഇത്തരം അജണ്ടകളെല്ലാമാണ് പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ അറിയണം. RSS രൂപീകരണത്തിന്റെ 100ാം വാർഷികത്തിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് ഭരണഘടനയെ ഭേദഗതി ചെയ്യുക എന്ന രാഷ്ട്രീയ സ്വപ്നമാണ് ഇന്ത്യയിലെ ജനാധിപത്യ പൗരസമൂഹം തകർത്ത് കളഞ്ഞത്. ഭരണമൊക്കെ സാധ്യമായേക്കും, പക്ഷേ ഇത്തരം ഷാർപ്പായ അജണ്ടകളൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലേക്ക് ഭരണകൂടം വന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് മനുസ്മൃതി വേണ്ട, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അതിമനോഹരമായ ഭരണഘടനയുണ്ടല്ലോ, അംബേദ്കർ അടക്കമുള്ള ഈ രാജ്യത്തിന്റെ ശില്പികൾ എഴുതിയുണ്ടാക്കിയ ഭരണഘടനയുണ്ടല്ലോ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങുന്ന ഭരണഘടന, ആ ഭരണഘടന തന്നെ ഞങ്ങൾക്കെമ്പാടും മതി. നിങ്ങൾ പറയുന്ന ഭരണഘടന നിങ്ങൾ പറയുന്ന വംശീയമായ ലിഖിതങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പറയുന്ന വർഗീയമായ അജണ്ടകളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മാനവികതയെ ഉദ്ഘോഷിക്കുന്ന രാജ്യനിവാസികളെല്ലാം ഒന്നാണെന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്ന മനോഹരമായ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന മതി. ആ ഭരണഘടന സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്ന ഇന്ത്യ സഖ്യത്തിന് ജയിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിലും നില മെച്ചപ്പെടുത്താൻ സാധിച്ചത് ഭരണഘടനയോട് ഈ രാജ്യനിവാസികളുടെ, രാജ്യത്തെ പൗരന്മാരുടെ ആഭിമുഖ്യം കൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട് നശിച്ചിട്ടില്ല. പൗരന്മാരുടെ രാഷ്ട്രീയ ബോധം തളർന്നു പോയിട്ടില്ല എന്ന് തുറന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമ്മെ നശിപ്പിക്കാൻ പാടില്ല. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമ്മെ വഞ്ചനയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. രാജ്യത്തെ മതേതര ബോധമുള്ള സുമനസ്സുകളെ ഇനിയും സംഘടിപ്പിക്കുകയും രാജ്യത്തെ ഫാസിസത്തിനെതിരെ വോട്ട് ഏകീകരിക്കുകയും ചെയ്യുക എന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മാത്രമേ ഇനിയും മുന്നോട്ട് പോവാൻ ഈ രാജ്യത്തെ സുമനസ്സുകൾക്ക്, മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും സാധിക്കുകയുള്ളൂ. മുസ്ലിങ്ങളോട് മാത്രമല്ല, മതേതര ബോധമുള്ള മുഴുവൻ ആളുകളും. നമുക്കറിയാം, നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നമുക്കറിയാം, ഇവിടെ അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും നമ്മുടെ മുമ്പിൽ നമ്മളെ കാണണം. അതുകൊണ്ടാണ് പറഞ്ഞത് അമിതമായ ആത്മവിശ്വാസം പാടില്ലെന്ന്. അമിതമായ ആത്മവിശ്വാസം വഞ്ചനയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി രാജ്യത്തെ മതനിരപേക്ഷതയും രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഏകീകരണം ഉണ്ടാക്കുക എന്ന ആ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ വായിക്കാൻ നമുക്ക് സാധ്യമാവണം. അതിന്റെ ഏതെങ്കിലും ഒരു ശകലത്തിൽ നിന്നുകൊണ്ട് മാത്രം ഒരു പ്രത്യേകമായ നിലപാടിലോ വിലയിരുത്തലിലോ എത്തിച്ചേരുക എന്നത് പലപ്പോഴും ബുദ്ധിമോശമായിട്ട് പരിണമിക്കും. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സഹായമാണ് എല്ലാ വിജയങ്ങൾക്കും എല്ലാ നേട്ടങ്ങൾക്കും നമ്മെ അർഹരാക്കുന്നത്. അള്ളാഹുവിന്റെ സഹായം നേടിയെടുക്കുന്ന രീതിയിലുള്ള ആത്മീയമായ കരുത്ത് നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആത്മീയമായിട്ടുള്ള കരുത്തില്ലാതെ, ഈമാനികമായ ഔന്നിത്യമില്ലാതെ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയില്ല. പ്രാർത്ഥനകളുടെ വിജയമായിരുന്നു ഇത്. വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. വെള്ളിയാഴ്ച ജുമാക്ക് പോയി എന്ന് മാത്രമല്ല, വ്യാഴാഴ്ച രാവിൽ വിശ്വാസി സമൂഹം നന്നായിട്ട് പ്രാർത്ഥിച്ചു. വിശ്വാസികൾ പ്രാർത്ഥിച്ചു അല്ലാഹുവിനോട്. മർദ്ദിത സമൂഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കില്ലായിരുന്നു അല്ലാഹു പറഞ്ഞതാണ്. പ്രാർത്ഥനയുടെ വിജയം കൂടിയായിരുന്നു. ആസൂത്രിതമായ പ്രവർത്തനങ്ങളോടൊപ്പം പ്രാർത്ഥനയുടെ വിജയം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളില്ലായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കില്ലായിരുന്നു എന്ന വചനത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ഇന്നമാ ഖലഖല്ലാഹുൽ ഖൽഖ, അല്ലാഹു തആല മനുഷ്യരെ പടച്ചതിൽ യഅ്ബുദൂഹു വയുവഹിദൂഹു വയുസബ്ബിഹൂഹു വയുകബ്ബിറൂഹു ബുക്റതൻ വഅസീലാ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവനെ ഏകനാക്കാൻ, അവനെ പ്രകീർത്തിക്കാൻ, അവനെ വാഴ്ത്താൻ,
രാവിലെയും വൈകുന്നേരവും അവനെ വാഴ്ത്താൻ, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു മനുഷ്യരെ പടച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഈ അനുഗ്രഹങ്ങൾ വരുന്നത്. സഹോദരങ്ങളെ, ഈ ആശ്വാസത്തെ സമ്പൂർണമായ നേട്ടമായി, ഈ ആശ്വാസത്തെ ഫാസിസത്തിൽ നിന്നുള്ള വിമോചനമായി മാറ്റുവാൻ, പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആത്മീയമായി ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മെ അർഹമാക്കുന്ന രീതിയിലുള്ള വല്ലാത്ത വളർച്ച നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിനത്തിലേക്കാണ്, ആദ്യത്തെ 10 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റബ്ബിലേക്ക് നാം ഏറ്റവും അടുക്കേണ്ടുന്ന 10 ദിനങ്ങളാണ് വരാൻ പോകുന്ന ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾ എന്ന് പറയുന്ന അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ 10 ദിനങ്ങളാണ്. അള്ളാഹ് സത്യം ചെയ്ത് പറഞ്ഞ 10 ദിനങ്ങൾ, വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതമാണേ സത്യം, 10 രാവുകളാണേ സത്യം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, 10 രാവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്റു ദിൽഹിജ്ജ, ഇമാ ഖാലഹു ഇബ്നു അബ്ബാസ്. ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ്. ആ 10 ദിവസങ്ങളെ പോലെ ശ്രേഷ്ഠമായ 10 ദിനങ്ങളില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിനങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളലു മിനൽ അമലി ഫി ഹാദിഹി, ഈ 10 ദിനങ്ങളിലെ സുഹൃതങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊരു സുഹൃതവുമില്ല. അപ്പോൾ സ്വഹാബിമാര് ചോദിച്ചു, അല്ല പ്രവാചകരെ, ജിഹാദും അങ്ങനെ തന്നെയാണോ? അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് അതും ഈ 10 ദിവസങ്ങളിലായിട്ടില്ല എങ്കിൽ, അള്ളാഹ് യുദ്ധം വിലക്കപ്പെട്ട മാസമാണല്ലോ ഇത്, അതുകൊണ്ട് അതും അതിന്റെ സ്ഥാനവും ഈ രീതിയിൽ തന്നെയാകുമോ? ജിഹാദും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ ബിശൈഇൻ, ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പുറപ്പെട്ടു, പക്ഷെ അയാൾ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ജിഹാദിൽ രക്തസാക്ഷിയാവാതെ തിരിച്ചു വന്നാൽ ആ ജിഹാദിന് പോലും ഈ 10 ദിനങ്ങളിൽ ചെയ്യുന്ന സുഹൃതങ്ങളുടെ മഹത്വമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ഈ 10 ദിനങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു, വരാൻ പോകുന്ന 10 ദിനങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു മുൻഗാമികളുടെ ചര്യ എന്ന് പറയുന്നത്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാണ്, ഇദാ ദഖല അയ്യാമൽ അശ്ർ, അദ്ദേഹം ആദ്യത്തെ 10 ദിനങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇജ്തിഹാദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യഖാദു യഖ്ദിറു അലൈഹി, അദ്ദേഹത്തിന് സാധ്യമാവാത്ത രീതിയിൽ, കഴിയാത്ത രീതിയിൽ, ശരീരം കൊണ്ട് കഴിയാത്ത രീതിയിൽ അത്രയ്ക്കും ഇബാദത്തുകൾ അദ്ദേഹം നിർവഹിക്കുമായിരുന്നു. ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാവാത്ത രീതിയിൽ ശരീരം ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയിൽ അദ്ദേഹം ഇബാദത്തുകൾ നിർവഹിക്കുമായിരുന്നു. ഇമാം ഇബ്നു തൈമിയ്യ ശൈഖുൽ ഇസ്ലാം പറയാണ്, ഇന്ന അയ്യാമ അശ്രി ദിൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്റിൽ അവാഖിർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. രാത്രികൾ വെച്ചല്ല, പകലുകൾ വെച്ച് പറയാൻ. പകലുകൾ വെച്ച് പരിഗണിക്കുമ്പോ റമളാനിലെ അവസാനത്തെ 10 ദിനങ്ങളെക്കാൾ മഹത്വമുള്ളതാണ് ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ 10 ദിനങ്ങൾ. എന്നാൽ രാത്രികൾ പരിഗണിക്കുമ്പോഴോ വലയാലിൽ അശ്ർ മിൻ റമളാൻ അഫ്ളലു മിൻ ലയാലിൽ അശ്ർ ഫീ ദുൽഹിജ്ജ, രാത്രി വെച്ച് പരിഗണിക്കുമ്പോ റമളാനിലെ അവസാന 10 രാത്രികൾ തന്നെയാണ് മഹത്വമുള്ളത്. പക്ഷേ പകൽ വെച്ച് പരിഗണിക്കുമ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനത്തിലെ പകലുകളാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഇമാം ഇബ്നു തൈമിയ്യ ശൈഖുൽ ഇസ്ലാം പറയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് മാസം കണ്ടാൽ നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും ദുൽഹജ്ജ് 1 ആരംഭിക്കുക. ആ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങൾക്കും പെരുന്നാൾ ദിനമടക്കമുള്ള ആ 10 ദിനങ്ങൾക്കും വലിയ മഹത്വമുണ്ട് എന്നുള്ളതാണ്. ആ 10 ദിനങ്ങൾ എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമാവുന്നത്, അതിന്റെ കാരണം എന്താണെന്ന് കൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ ബുഖാരിയുടെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാൻ, അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ സവിശേഷതയ്ക്കുള്ള കാരണം ലിമകാനി ഇജ്തിമായി ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫീ, അടിസ്ഥാന ഇബാദത്തുകളെല്ലാം തന്നെ അതിൽ സംഗമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
അടിസ്ഥാന ഇബാദത്തുകളെല്ലാം അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ 10 ദിനങ്ങളിൽ. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദാനധർമ്മങ്ങളുണ്ട്, ഹജ്ജുമുണ്ട്. റമദാൻ മാസത്തിൽ പോലും ഹജ്ജ് കാണൂല. ആ റമദാനിലില്ലാത്ത ഹജ്ജ് പോലും ദുൽഹജ്ജിലുണ്ട്. ഹജ്ജുള്ളത് കൊണ്ടാണ് ദുൽഹജ്ജ് എന്നുള്ള പേര് തന്നെ വന്നത്. ഏതായാലും ഈ അടിസ്ഥാന ഇബാദത്തുകളെല്ലാം സംഗമിക്കുന്ന ഒരു മാസം എന്നതാണ് ഈ മാസത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാസത്തിലെ ഓരോ കർമ്മങ്ങൾക്കും ഏറെ മഹത്വമുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരിടത്ത് പറഞ്ഞു, യൗമുൽ ജുമുഅ ഫി അശ്ർ ദിൽഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫീ ഗൈരിഹി ലിജ്തിമാഇൽ ഫദ്ലൈനി ഫീഹി. ഈ ദുൽഹജ്ജിൽ ആദ്യത്തെ 10 ദിനങ്ങളിൽ ജുമുഅ ദിവസം വരികയാണെങ്കിൽ ആ ജുമുഅ ദിവസത്തിനും കൂടുതൽ മഹത്വമുണ്ട്. കാരണം 2 ശ്രേഷ്ഠതകൾ അതിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്നത് ജുമുഅയുടെ മഹത്വമാണ്, രണ്ടാമത്തേത് ദുൽഹജ്ജ് 10 ദിവസങ്ങളുടെ മഹത്വമാണ്. അത് രണ്ടും ഒരുമിച്ച് കൂടിയത് കൊണ്ട് ആ ജുമുഅ ദിവസങ്ങൾക്കും പ്രത്യേകം മഹത്വമുണ്ടെന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ധാരാളം ഇബാദത്തുകൾ കൊണ്ടടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ ഹജ്ജ് നമ്മുടെ സഹോദരങ്ങൾ അവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനോട് ഐക്യദാർഢ്യം അറിയിക്കുന്ന മറ്റ് കർമ്മങ്ങൾ, ബലികർമ്മം അടക്കമുള്ള കാര്യങ്ങൾ, അത് ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിനത്തിനാണ്. ആ ബലിയിറക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം അയ്യാമത്ത് തശ്രീഖിന്റെ ദിനങ്ങളിലും അറക്കാം. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാൾ ദിനത്തിൽ ഇറക്കുക എന്നതാണ്. ഏതായാലും സഹോദരങ്ങൾ, അയ്യാമത്ത് തശ്രീഖിന് അതിൻ്റെതായ മഹത്വമുണ്ട്, അത് വേറെയാണ്. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അവസരങ്ങളും സമയങ്ങളും ആഴ്ചകളുമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വിവിധ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയമായ, നമ്മുടെ ഈമാനികമായ കരുത്ത് വർദ്ധിപ്പിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഉലഹിയത്തിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഉലഹിയത്തിൽ ഷെയർ കൂടാത്ത ആളുകൾ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ഷെയർ ഉറപ്പുവരുത്തണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സ്വതക്കകളെയും, അല്ലാഹു തആല നമ്മുടെ എല്ലാ സാമ്പത്തികമായ ബാധ്യതകളെയും നമ്മിൽ നിന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. നാം നിർവഹിക്കുന്ന സ്വതക്കകളുടെ പ്രതിഫലം അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, അതുപോലെ നാം സ്നേഹിക്കുന്ന മറ്റുള്ള ആളുകൾ, അവരിലേക്ക് കൂടി അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ
ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം നേടിയെടുത്തിട്ടുള്ള ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം അല്ലാഹു തആല സമ്പൂർണമായ ഫാസിസ്റ്റ് വിമോചനമായി, ഫാസത്തിൽ നിന്നുള്ള വിമോചനത്തിലേക്ക് പരിവർത്തിപ്പിച്ചു തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല എല്ലാത്തരം വർഗീയതകളിൽ നിന്നും, എല്ലാത്തരം അസഹിഷ്ണുതകളിൽ നിന്നും, എല്ലാത്തരം സംഘപരിവാർ ഹിന്ദുത്വ അജണ്ടകളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും രക്ഷപ്പെടുത്തുമാറാവട്ടെ. രാജ്യത്തെ പൗരന്മാർക്കിടയിലും രാജ്യനിവാസികൾക്കിടയിലും പരസ്പര സ്നേഹവും സൗഹാർദ്ദവും അല്ലാഹു തആല ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. സൗഹൃദത്തിന്റെ രാഷ്ട്രീയം, സ്നേഹത്തിന്റെ രാഷ്ട്രീയം അല്ലാഹു തആല നമ്മുടെ രാജ്യത്ത് നിലനിർത്തി തരുമാറാവട്ടെ. ആ രാഷ്ട്രീയത്തിന് അല്ലാഹു തആല കൂടുതൽ കരുത്തും ഇച്ഛാശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ബർസഖി ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരുടെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കും പ്രത്യേകമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും, അതുപോലെ തന്നെ സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരുടെ ഗണത്തിലും, ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരുടെ ഗണത്തിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീൻ മക്കൾക്ക് സമ്പൂർണമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാദാ ഖുദ്സിനെ നീ മോചിപ്പിക്കണമേ റബ്ബ്. അല്ലാഹുവേ, ഫലസ്തീനിലെ പാവപ്പെട്ട സ്ത്രീകൾ, ഉമ്മമാർ, പാവപ്പെട്ട പെങ്ങന്മാർ, അല്ലാഹുവേ കുഞ്ഞുങ്ങൾ, അല്ലാഹുവേ അവരുടെ നിലവിളികളെ നീ കേൾക്കണമേ റബ്ബ്. അല്ലാഹുവേ അവർക്ക് അന്നം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് അപ്പം നൽകണമേ റബ്ബ്. അല്ലാഹുവേ അവർക്ക് മർദ്ദനങ്ങളിൽ നിന്നുള്ള മോചനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബ്. അല്ലാഹുവേ ദുൽഹജ്ജ് മാസത്തെ നന്നായി പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കണമേ റബ്ബ്. അല്ലാഹുവേ ഞങ്ങളുടെയും തഖ്വയും ഈമാനും നീ വർദ്ധിപ്പിക്കണമേ റബ്ബ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന തൊഴിലും നൽകി അനുഗ്രഹിക്കണമേ റബ്ബ്. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ ആരോഗ്യത്തോടെ കൂടെയുള്ള ദീർഘായുസ് പടച്ചവന് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബ്. അല്ലാഹുവേ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഷ്ടപ്പെടുന്ന ആളുകൾ വീടകങ്ങളിലോ ഹോസ്പിറ്റലുകളിലോ ഉണ്ടെങ്കിൽ, അല്ലാഹുവേ ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതവും, മരണമാണ് ഖൈറെങ്കിൽ മരണവും നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹുവേ അല്ലാത്ത രോഗികളുമുണ്ട്. അല്ലാഹുവേ എല്ലാ രോഗികളുടെയും രോഗം നീ സമ്പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ റബ്ബ്. അല്ലാഹുവേ ഓപ്പറേഷൻ വിധേയമാവുന്ന ആളുകൾ, അല്ലാഹുവേ വിജയകരമായ ഓപ്പറേഷൻ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള തിരിച്ചുവരവ് അവർക്ക് സാധ്യമാക്കി കൊടുക്കണമേ തമ്പുരാനെ. യാ അല്ലാ, പടച്ചവനെ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട് പടച്ചവന്. ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി, നാഥാ നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ ഞങ്ങൾ പുറത്ത് പറഞ്ഞതും, അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നതുമായ മുഴുവൻ പ്രാർത്ഥനകളും, അല്ലാഹുവേ മുഴുവൻ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണമേ നാഥാ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.